പ്രിയമുള്ളവരെ, ഇന്ന് റമദാൻ 27-ാം രാവാണ്. ലൈലത്തുൽ ഖദ്ർ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ 84 കൊല്ലം മുറിയാതെ അമൽ ചെയ്തതിന് തുല്യമല്ലേ? ഖൈറും മിൻ അൽഫി ഷഹർ, ഈ രാത്രി 1000 മാസത്തേക്കാൾ ഖൈറായതാണ്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ പ്രകൃതിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് നിന്ന് നിസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞു പോയതായ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലൈലത്തുൽ ഖദ്റിന്റെ ചില അടയാളങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഒന്നാമത്തെ അടയാളം, അന്നത്തെ രാത്രി നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കും, ഒരു മൂടിയ അന്തരീക്ഷമായിരിക്കില്ല. ജിബ്രീൽ അലൈഹിസ്സലാമും കോടിക്കണക്കിന് മലായികത്തുകളും കഅബയുടെ മുകളിലേക്ക് ഇറങ്ങി വരും. അവിടുന്ന് അവർ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന അടിയാറുകളുടെ വീടുകളിലേക്ക് വന്ന് അവർ മുസാഫഹത്ത് ചെയ്യും. വഫാദത്ത് ഐന, അടിമകളുടെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി കണ്ണീര് വീഴും. അല്ലാഹു നമ്മുടെ ദുആ ഇന്ന് ഇജാബത്ത് നൽകുന്ന അനുഗ്രഹീത നിമിഷങ്ങളായിരിക്കും. രണ്ടാമത്തേത്, ആ രാത്രി സമാധാനമായിരിക്കും, വളരെ സൈലന്റ് ആയിരിക്കും, ഇലകൾ പോലും അനങ്ങാത്ത രാത്രിയായിരിക്കും. അത്രയ്ക്കും ശാന്തസുന്ദരമായ രാത്രിയാണത്. മൂന്നാമത്തേത്, ഒരുപാട് തണുപ്പോ ഒരുപാട് ചൂടോ ഇല്ലാത്ത രാത്രിയായിരിക്കും. നാലാമത്തേത്, ആ രാത്രിയിൽ നക്ഷത്രങ്ങളെ കൊണ്ട് പിശാചിനെ എറിയപ്പെടില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തേത്, രാത്രി പുതിയ ഒരു ചന്ദ്രൻ ഉദിച്ചു വരുന്ന പോലെ ആയിരിക്കും. ആറാമത്തേത്, പിറ്റേന്ന് രാവിലെ ഉദിക്കുന്ന സൂര്യന് കിരണങ്ങൾ ഉണ്ടാകില്ല, ഒരു 14-ാം രാവിലെ ചന്ദ്രനെ പോലെ ആയിരിക്കും സൂര്യൻ ഉണ്ടാവുക. പ്രിയമുള്ളവരെ, ലൈലത്തുൽ ഖദ്റിനെ ആഗ്രഹിച്ചുകൊണ്ട് ഈ രാത്രി ഇബാദത്തുമായി കഴിഞ്ഞുകൂടണം. പരിശുദ്ധമായ ഖുർആൻ ഓതണം, ദിക്റുകൾ ചൊല്ലണം, ഇഅ്തികാഫിരിക്കണം. അള്ളാഹുവിനോട് മനമൊരുക്കിക്കൊണ്ട് നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം. അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യണം. എല്ലാവിധ സൗഖ്യത്തിനു വേണ്ടിയും എല്ലാവിധ പരിഹാരങ്ങൾക്ക് വേണ്ടിയും രോഗശമനത്തിനു വേണ്ടിയും നരകമോചനത്തിനു വേണ്ടി തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കു വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.